നമസ്കാരം. കൊലപാതകികളിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടികൾക്ക് പോലും ഇന്നത്തെ കാലത്ത് സാധിക്കുന്നില്ല എന്നത് ഭയപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിവാഹ വാഗ്ദാനം നിരസിച്ചതിന് ഒരു 30-കാരൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് വെറും 15 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ്. സംഭവം കേരളത്തിലല്ല, അങ്ങ് ഉത്തർപ്രദേശിലാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരെന്ന് നമ്മൾ കരുതുന്ന മാതാപിതാക്കളെ തന്നെ ദാരുണമായി കൊന്നുതള്ളിയ മക്കളുടെ വാർത്തയാണ് ഗാസിയാബാദിൽ നിന്ന് വരുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ അയൽക്കാരനൊരു 15-കാരിയെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു. പെൺകുട്ടി വിവാഹ വാഗ്ദാനം നിരസിച്ചതാണ് കൊലപാതക കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒരു 15 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയോടാണ് ഇത്തരമൊരു ക്രൂരത ഉണ്ടായിരിക്കുന്നത് എന്നോർക്കണം. എന്താകും യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഗാസിയാബാദിലെ കൌശാംബി എന്ന സ്ഥലത്തെ ഒരു കെട്ടിടത്തിന്റെ 4-ാം നിലയിൽ നിന്ന് 15-കാരിയായ പെൺകുട്ടിയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രതിയായ ഷാനവാസ് എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ അമ്മ വ്യക്തമാക്കുന്നതനുസരിച്ച് 3 മാസത്തോളമായി യുവാവ് പെൺകുട്ടിയെ പിന്തുടരുകയായിരുന്നു. അതിനിടെ പലതവണ ഇയാൾ ഈ പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും കൂടാതെ വിവാഹ വാഗ്ദാനം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ ഈ 15-കാരി നിരസിച്ചതോടെയാണ് സംഭവം ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം പാൽ വാങ്ങാനായി പുറത്തേക്ക് പോയതായിരുന്നു ഈ 15-കാരി. കടയിൽ പോയി തിരിച്ചു വരുന്ന വഴി ഈ 30-കാരനായ പ്രതി പെൺകുട്ടിയെ ബലമായി പിടികൂടി അയാളുടെ മുറിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് അയാൾ അതേ കെട്ടിടത്തിന്റെ 4-ാം നിലയിൽ നിന്നും പെൺകുട്ടിയെ താഴേക്ക് തള്ളിയിട്ടു. ഒരു പെൺകുട്ടി വഴിയിൽ വീണ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് സംഭവം കുട്ടിയുടെ അമ്മയെ അറിയിക്കുന്നതും പിന്നീട് പോലീസിലേക്ക് ഈ വിവരമെത്തുന്നതും. വിവരമറിഞ്ഞ അമ്മ സംഭവസ്ഥലത്തേക്ക് എത്തുമ്പോഴേക്ക് പെൺകുട്ടിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പെൺകുട്ടി ലൈംഗികമായി ആക്രമിക്കപ്പെട്ടിരുന്നോ എന്നതടക്കം ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. കുട്ടിയെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഇയാൾ തള്ളിയിടുമ്പോൾ പരിസരത്ത് ആരുമില്ലായിരുന്നു എന്നതും അന്വേഷണത്തിൽ പോലീസിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ദൃക്സാക്ഷികളില്ലാത്തതിനാൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിലേക്ക് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നീങ്ങുകയാണ്. 3 മാസം മുൻപ് പിതാവ് മരിച്ചതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി സമീപത്തെ റെസിഡൻഷ്യൽ ഏരിയകളിൽ വീട്ടുജോലിക്കായി പോകാൻ തുടങ്ങിയത്. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് 500 മീറ്റർ മാത്രം മാറിയായിരുന്നു ഈ പ്രതി താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതും തിരികെ വരുന്നതുമൊക്കെ ഇയാൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കുമായിരുന്നു. ഇതൊക്കെ ഇയാൾ നിരന്തരം നിരീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ പെൺകുട്ടി ഇയാളിൽ നിന്ന് അധികവും അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിരുന്നുവെന്നാണ് അവളുടെ അമ്മ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. 15 जुलाई 2026 को रात्रि करीब 11 बजे थाना कौशाम्बी को जरिए 112 सूचना प्राप्त होती है कि गोवापुर गांव में चौथी मंजिल से गिरकर बच्ची को चोट लगी। सूचना पर थाना फोर्स तत्काल मौके पहुंचती है तथा उपचार तो बच्ची को जीटी अस्पताल भर्ती कराया जाता है, जहां इलाज के दौरान उसकी मृत्यु हो जाती है। परिवारजनों द्वारा बताया जाता है कि गोवापुर के रहने वाले एक युवक द्वारा बच्ची को छत से धक्का दिया गया। इस सूचना पर थाना कौशाम्बी पर तत्काल संगत धारा में अभियोग पंजीकृत कर दिया गया है। अभियुक्त को गिरफ्तार कर लिया गया है। संपूर्ण घटनाक्रम में गहनता से जांच पड़ताल की जा रही है। इस संबंध में अग्रिम वैधानिक कार्रवाई की जाए. പ്രതിയായ ഷാനവാസിന്റെ അതിക്രമങ്ങളോടൊക്കെ പെൺകുട്ടി ശക്തമായി പ്രതികരിച്ചിരുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് പെൺകുട്ടിയോട് പകയുണ്ടായിരുന്നുവെന്നും അമ്മ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഈ സംഭവങ്ങൾക്ക് ശേഷം പെൺകുട്ടിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ഭയമുണ്ടായിരുന്നതായും അവർ വ്യക്തമാക്കുന്നുണ്ട്. പരാതി നൽകിയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും പ്രതി അതിക്രമിക്കുമെന്നും ഭയന്നാണ് പോലീസിൽ പരാതി നൽകാതിരുന്നതെന്നും അവർ പറയുന്നുണ്ട്. നിലവിൽ BNS സെക്ഷൻ 109, 115 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് FIR ഫയൽ ചെയ്തിട്ടുള്ളത്. കൂടുതൽ അതിക്രമം പെൺകുട്ടി നേരിടേണ്ടി വന്നിരുന്നോ, ഇതിൽ പ്രതിയെ മറ്റാരെങ്കിലും സഹായിച്ചിരുന്നോ എന്നതിലടക്കം ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. കുടുംബ പ്രശ്നത്തിൽ മക്കൾ ചേർന്ന് അച്ഛനെയും അമ്മയെയും ക്രൂരമായി തല്ലിക്കൊല്ലുക,
പറയുമ്പോൾ തന്നെ ഉള്ളിലൊരു നടുക്കമാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്ത കൊടും ക്രൂരത സംഭവിച്ചത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത്. ഗാസിയാബാദിലെ ക്രോസിംഗ് റിപ്പബ്ലിക് ഏരിയയിലെ താമസക്കാരായ ഗംഗാശരൺ എന്ന 55-കാരനും ഭാര്യ വിമലേഷ് എന്ന 50-കാരിയുമാണ് മരിച്ചത്. ക്ഷീരകർഷകനായ ഗംഗാശരണിനും വിമലേഷിനും 2 ആൺമക്കളും 2 പെൺമക്കളുമാണുള്ളത്. 4 പേരും വിവാഹിതരാണ്. ക്രോസിംഗ് റിപ്പബ്ലിക് ഏരിയയിലെ ഒരു 2 നില വീടിന്റെ മുകളിലെ നില വാടകയ്ക്കെടുത്താണ് ഇവർ താമസിച്ചിരുന്നത്. ഗംഗാശരണിനും വിമലേഷിനും ഒപ്പമാണ് ആൺമക്കളായ ലളിതും ദീപക്കും താമസം. ഇവിടെ തന്നെയുള്ള ഒരു ഡോക്ടറുടെ വീട്ടിലെ ഡ്രൈവറാണ് ലളിത്. ഡ്രൈവറായിരുന്ന ദീപക് 2 മാസം മുൻപ് ആ ജോലി വിട്ട് ഒരു ഫാക്ടറിയിൽ ജോലിക്കാരനായി പോയി വരികയായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത്ര പന്തിയൊന്നുമായിരുന്നില്ല ദീപകിന്റെയും ലളിതിന്റെയും സ്വഭാവമെന്നാണ് അയൽവാസികൾ പറയുന്നത്. ഇരുവരും ഭാര്യമാരെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. ഉപദ്രവം സഹിക്കാൻ കഴിയാതെ അവർ 2 പേരും സ്വന്തം വീടുകളിലേക്ക് പോയി. ചുരുക്കത്തിൽ ഗംഗാശരണും വിമലേഷും 2 ആൺമക്കളും മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. ഈ ഗംഗാശരണിന്റെ വീട്ടിൽ വലിയ വഴക്ക് നടക്കുന്നുവെന്നും നിലവിളി കേൾക്കുന്നുവെന്നും തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ പോലീസ് കൺട്രോൾ റൂം നമ്പറായ 112 അയൽവാസിയായ ഒരാളാണ് വിളിച്ചു പറയുന്നത്. അച്ഛനും അമ്മയും ഒരു ഭാഗത്തും മക്കൾ മറുഭാഗത്തും. പോലീസ് പാഞ്ഞെത്തിയപ്പോഴേക്ക് ഗംഗാശരണും വിമലേഷും ചോരയിൽ കുളിച്ച നിലയിൽ കിടക്കുകയായിരുന്നു. പോലീസ് വാഹനത്തിൽ തന്നെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അവർ മരിച്ചിരുന്നു. थाना क्रॉसिंग रिपब्लिक के भीमनगर मोहल्ले से 112 पर एक सूचना प्राप्त हुई कि एक किराएदार द्वारा यह सूचना दी गई कि उसके मकान वाली गंगाशरण और उनकी पत्नी विमलेश तथा उनके दोनों लड़के दीपक तथा ललित के द्वारा आपस में झगड़ा किया जा रहा है, जिसमें विमलेश व गंगाशरण को गंभीर चोटें आई हैं। सूचना पर क्रॉसिंग रिपब्लिक पुलिस तत्काल मौके पर पहुंची, वहां पर छानबीन किया और जो घायल अवस्था में गंगाशरण और विमलेश जी थी उनको तत्काल अस्पताल भिजवाया गया। वहाँ पर डॉक्टर के द्वारा उनको मृत घोषित कर दिया गया। उनके जो आरोपी 2 लड़के थे दीपक और ललित, उनको पुलिस हिरासत में ले लिया गया। उनसे गहराई से पूछताछ की जा रही है और तहरीर प्राप्त कर अन्य वैधानिक कार्रवाई सुनिश्चित कराई जा रही है। മക്കളുടെ ഈ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ അറിയാവുന്ന ഗംഗാശരണും വിമലേഷും സ്വത്ത് ഭാഗം ചെയ്തിരുന്നില്ല. ഭാഗം ചോദിച്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെയും വഴക്ക്. ഇതേ വിഷയത്തിൽ നേരത്തെയും മക്കളും മാതാപിതാക്കളുമായി വഴക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇടയ്ക്ക് നാട്ടുകാർ ഇടപെട്ട് പ്രശ്നം ശാന്തമാക്കുകയായിരുന്നു പതിവ്. ये 2 बहन 2 भाई थे। अच्छा, आपको क्या सूचना मिली? हमें तो ये सूचना मिली कि दोनों भाई ने बहन बहनों मार दिए तुम्हारे। अच्छा, जो हमारी भांजी ने फोन किया। आपकी बहन को और आपकी बहनों की उम्र क्या रही? उम्र तो ऐसी होगी करीब 60-59 के करीब। ഇരുവരുടെയും തലയ്ക്കാണ് അടിയേറ്റത്. തലയിൽ നിന്ന് ചോരയൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു പോലീസ് എത്തിയപ്പോൾ 2 പേരും ഉണ്ടായിരുന്നത്. 2 മക്കളും ഇരുവർക്കും സമീപമായി നിൽക്കുന്നുമുണ്ടായിരുന്നു. 2 പേരെയും അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലക്കടിച്ചത് കൂടാതെ 2 പേരുടെയും കഴുത്ത് ഞെരിച്ചതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. സംഭവസ്ഥലത്തെത്തി ഫോറൻസിക് സംഘം തെളിവ് ശേഖരിച്ചിട്ടുമുണ്ട്. മക്കളുടെ ഭാര്യമാരുടെ കൂടി മൊഴിയെടുത്ത ശേഷമായിരിക്കും ദീപകിന്റെയും ലളിതിന്റെയും പേരിൽ കുറ്റങ്ങൾ ചുമത്തുക. എന്തായാലും ഗാസിയാബാദിലെ വീർ കോളനി ഇപ്പോഴും ഈ അരും കൊലകളുടെ ഞെട്ടലിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. വഡോദരയിലെ സാവ്ലിയിലെ കാർച്ചിയ ഗ്രാമത്തിൽ ആടിനെ മേയ്ക്കാനായി പോയതായിരുന്നു 64-കാരനായ ഒരു വൃദ്ധൻ. എന്നാൽ അദ്ദേഹത്തെ പിന്നീട് കണ്ടെത്തുന്നത് ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ സമീപത്തെ കനാലിലാണ്.
മറ്റൊരാളോടുള്ള പ്രണയമൊക്കെ കൊലപാതകത്തിലേക്ക് വരെ എത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഡൽഹിയിൽ യുവതിയെ വെടിവെച്ച് കൊന്ന ശേഷം യുവാവ് സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയിരിക്കുന്നു. നിസ്സാര കാരണങ്ങൾക്കൊക്കെ മറ്റൊരാളുടെ ജീവൻ ഇല്ലാതാക്കാനും സ്വയം ജീവനൊടുക്കാനും തുനിയുന്നവരുടെ എണ്ണം ഇപ്പോൾ ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഡൽഹിയിലെ ബുരാരിയിലുള്ള ഒരു വാടക വീട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. യുവതിയെ വെടിവെച്ച് കൊന്ന ശേഷം യുവാവ് ജീവനൊടുക്കിയിരിക്കുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ പെൺകുട്ടിയുടെ ഇളയ സഹോദരിയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആദ്യം ഈ മൃതദേഹങ്ങൾ കാണുന്നത്. പിന്നാലെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഇരുവരും തമ്മിൽ ദിവസങ്ങളായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്നും യുവാവ് ആഗ്രഹിച്ച രീതിയിലല്ല അവർ തമ്മിലുള്ള ബന്ധം മുന്നോട്ടു പോയിരുന്നതെന്നൊക്കെയാണ് കൊലപാതക കാരണമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇരുവരുടെയും പരിചയക്കാരുടെ ഭാഗത്ത് നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴിയും അങ്ങനെ തന്നെയാണ്. ആദ്യം യുവതിയെ വെടിവെച്ച ശേഷം യുവാവ് സ്വയം വെടിയുതിർക്കുകയായിരുന്നു. കഴിഞ്ഞ 8 മാസമായി നീണ്ടുനിന്ന പ്രണയബന്ധമായിരുന്നു ഇരുവരുടെയും. എന്നാൽ കൊലപാതക കാരണവും യുവാവ് ആത്മഹത്യ ചെയ്തതിന്റെ കാരണവും ഇത് തന്നെയാണോ എന്ന സംശയവും ഇപ്പോൾ പോലീസിനുണ്ട്. ഇരുവരും തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നോ അതോ 2 മരണങ്ങൾക്കും പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന സംശയമൊക്കെ ഇപ്പോൾ ബാക്കിയാവുകയാണ്. आज हमारे पास दोपहर को एक कॉल आई थी कि बुराड़ी कमल विहार इलाके के अंदर एक घर में गोली मारी है और उसमें एक लड़का लड़की की डेड बॉडी है. तो हमने ये सीन ऑफ क्राइम विजिट किया है और उसके अंदर हमने सारे जो एविडेंसेस थे, जो सिचुएशन है, लड़के ने मरने से पहले जो अपने परिवार को मैसेज कर रखा है उन सब की जाँच की है और उसमें अभी तक यही सामने आया है कि इन दोनों का आपस में एक रिलेशन था बट इट वॉज नॉट गोइंग फॉरवर्ड एज ही डिजायर्ड. तो इसलिए उसने आके पहले लड़की को गोली मारी फिर उसने खुद को गोली मारी है. तो इसमें अभी आगे की जाँच है. ഉത്തർപ്രദേശ് സ്വദേശിയാണ് ഈ കൊല്ലപ്പെട്ട സ്ത്രീ. യുവാവാകട്ടെ ഹരിയാന സ്വദേശി. വടക്കൻ ഡൽഹിയിൽ ജോലി ചെയ്യുകയായിരുന്ന ഇയാൾ കഴിഞ്ഞ ദിവസമാണ് യുവതിയെ കാണാനായി നാട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ യുവാവിത് മുൻകൂട്ടി നിശ്ചയിച്ച് നടത്തിയ ഒരു കൊലപാതകമാണോ എന്ന സംശയവും ഇപ്പോൾ പോലീസിനുണ്ട്. കൂടാതെ സംഭവത്തിന് മുൻപ് യുവാവ് തന്റെ കുടുംബത്തിന് അയച്ച ഒരു സന്ദേശവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾക്കായി ഫോറൻസിക് വിഭാഗത്തിന്റെ സഹായവും പോലീസ് തേടിയിരിക്കുകയാണ്. കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസിൽ നിർണായകമാകും. ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം പെട്ടിയിൽ ഒളിപ്പിച്ച് ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. രാജസ്ഥാനിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. മദ്യത്തിന് പണം ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുറ്റാരോപിതനായ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാജസ്ഥാനിലെ ജുൻജുനു എന്ന ജില്ലയിലാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം ഒരു പെട്ടിയിൽ കണ്ടെത്തുന്നത്. ഇത് പ്രദേശത്ത് ഇപ്പോൾ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം പെട്ടിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. അതിലേറെ ഞെട്ടലുളവാക്കുന്നത് കൊലപാതക കാരണമെന്തെന്നറിയുമ്പോഴാണ്. മദ്യത്തിന് പണം ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒരു തർക്കം, ചെറിയൊരു തർക്കമാണ് ഈ സംഘർഷത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും വരെ നയിച്ചത്. ജുൻജുനു ജില്ലയിലെ സൂരജ്ഗഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അഗ്വാന ഗുർദ് ഗ്രാമത്തിലാണ് ഈ സംഭവം. ഗ്രാമത്തിലെ ഒരു വീട്ടിൽ അജ്ഞാതമായൊരു പെട്ടി കണ്ടെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് അവിടേക്ക് എത്തുന്നത്. പെട്ടി തുറന്നപ്പോൾ അതിനുള്ളിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പിന്നാലെയാണ് ഈ ദാരുണ കൊലപാതകത്തിന്റെ കഥകൾ പുറത്തുവരുന്നത്. സിലോചന ഫോഗട്ട് എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് കൃഷ്ണകുമാർ ജാട്ട് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അതിക്രൂരമായി തലക്കടിച്ചാണ് കൃഷ്ണകുമാർ ഭാര്യ സിലോചനയെ കൊല്ലുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ മൃതദേഹത്തിന് 2-3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ.
സ്ത്രീയുടെ 2 കൈകളും കെട്ടിയിട്ട നിലയിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തുമ്പോൾ ഉണ്ടായിരുന്നത്. 2009 കൃഷ്ണകുമാർ ജാട്ടും സിലോജന ഫോഗട്ടും തമ്മിൽ വിവാഹിതരാകുന്നത്. സംഭവത്തിന് മുൻപ് പ്രതി ഭാര്യയോട് മദ്യം വാങ്ങാൻ പണം ആവശ്യപ്പെട്ടതായും എന്നാൽ അവളത് നിരസിച്ചതാണ് മാരകായുധം കൊണ്ട് അവരെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചതെന്നുമാണ് പോലീസിന്റെയും നിഗമനം. കൊലപാതക ശേഷം സംഭവം ആരും അറിയാതിരിക്കാൻ പ്രതി ഈ മൃതദേഹം ഒരു ട്രങ്കിൽ സൂക്ഷിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളും പോലീസിനും വ്യക്തമാകൂ. നിലവിൽ കുറ്റാരോപിതനായ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. മൃതദേഹം സൂരജ്ഗഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ മോർച്ചറിയിലേക്കും മാറ്റിയിട്ടുണ്ട്. പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.